വിശുദ്ധ ഖുർആനിൽ പല പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനോട് നടത്തിയ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളുള്ളത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടേതാണ്. അദ്ദേഹം ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളെ ആസ്പദമാക്കി ആവശ്യങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്ന അനേകം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുണ്ട്, മക്കളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുണ്ട്. ആ കൂട്ടത്തിൽ ഒരു നാടിനു വേണ്ടി അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥന നമുക്കെല്ലാം അറിയാം. ഇദഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, ഈ നാടിനെ, അദ്ദേഹമുള്ള ആ നാടിനെ നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കി നീ മാറ്റിയിടണേ എന്ന്. അതേപോലെ തന്നെ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഇവിടെ താമസിക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ അവർക്ക് സമൃദ്ധി ഉണ്ടാകണം, അവർക്ക് വിശപ്പുണ്ടാകുന്ന അവസ്ഥയുണ്ടാകരുത്, സുഭിക്ഷമായ ഭക്ഷണം അവർക്കുണ്ടാകണം, അതിനുള്ള വിഭവങ്ങൾ നീ നൽകണം എന്ന് റബ്ബിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് നിർഭയത്വമാണ്, പ്രയാസങ്ങളില്ലാത്ത, ഭീഷണികളില്ലാത്ത, യുദ്ധങ്ങളുടെ, പീഡനങ്ങളുടെ, ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു നാട്, സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാൻ രാജ്യത്തെ പൗരന്മാർക്ക് കഴിയുന്ന ഒരവസ്ഥ, അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. രണ്ടാമത്തെ കാര്യം സുഭിക്ഷതയാണ്, അഥവാ വിശപ്പുണ്ടാകാൻ പാടില്ല, ആളുകൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള, അന്നത്തിനുള്ള വകയുണ്ടാകണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഒരു രാജ്യത്തെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നത്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഒരു രാജ്യത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ, ഒരു രാജ്യത്തെ ഉപമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെയും അള്ളാഹു പറയുന്നുണ്ട് ആ രാജ്യത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹം. അതൊന്ന് നിർഭയത്വമാണ്, അതേപോലെ ശാന്തിയാണ്, മറ്റൊന്ന് അന്നമാണ് അല്ലെങ്കിൽ റിസ്ക്കാണ്, ആ ആളുകൾക്ക് ഉപജീവന മാർഗമാണ്. അപ്പോൾ ഇസ്ലാമികമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഒരു രാജ്യത്ത് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ രണ്ട് കാര്യങ്ങൾ, അതൊന്ന് നിർഭയത്വമാണ്, രണ്ട് റിസ്ക്കാണ്, ഉപജീവന മാർഗമാണ്, വിഭവങ്ങളാണ്, ഭക്ഷണത്തിനുള്ള വകയാണ്. ഇതില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, ഇന്ന് സന്തോഷത്തോടു കൂടി നിങ്ങൾ ഈ ക്യാമ്പസിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിട്ടുണ്ടാകാം, രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ ആഘോഷം നടന്നിട്ടുമുണ്ടാകാം. നമ്മൾ സ്വതന്ത്രരായതിന്റെ സന്തോഷം പങ്കുവെക്കുന്നു, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു. പക്ഷേ ഈ കാലത്തും സ്വാതന്ത്ര്യം ലഭിക്കാതെ അധിനിവേശ ശക്തികൾക്ക് അടിമകളായി, അവർക്കടിമപ്പെട്ട് അവരുടെ അധീനതയിൽ ജീവിക്കുന്ന ആളുകൾ, വിശ്വാസികൾ നമ്മുടെ അടുത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിലസ്തീനികളെ ഓർക്കാതെ, ഗസയിലെ കുട്ടികളെ, മനുഷ്യരെ ഓർക്കാതെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആഘോഷിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. നോക്കൂ, ഈ രണ്ട് കാര്യങ്ങളും, നിർഭയത്വവും അതേപോലെ തന്നെ സുഭിക്ഷതയും ഒരു രാജ്യത്തില്ലെങ്കിൽ അത് എത്രമാത്രം പ്രശ്നമാകും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഫിലസ്തീൻ എന്നുള്ളത്. അവിടെ നിർഭയത്വമില്ല, അവിടെ ആളുകൾക്ക് പേടിയാണ്. നോക്കൂ, മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്, ഇവിടെ
ഇതുപോലെ ഒരു മഴ ഒരു വർഷം മുമ്പുണ്ടായിരുന്നു. വയനാട് ചൂരൽമലയിലെ 100 കണക്കിന് ആളുകൾ മരണപ്പെടാൻ ഇടയാക്കിയ ഉരുൾ ദുരന്തം സംഭവിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആ ദിനത്തെ ഓർത്ത്, ആ രാത്രിയെ ഓർത്ത്, അന്ന് ആ അപകടത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥയോർത്ത് നമ്മളിപ്പോഴും നെടുവീർപ്പിടാറുണ്ട്. അവർ അനുഭവിച്ച വേദനകൾ, അവർ നേരിട്ടിരിക്കാവുന്ന ഭയപ്പാട്, പേടി, പ്രയാസങ്ങൾ എല്ലാം നമ്മളിപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ കാര്യം മനസ്സിലാക്കണം, കാലങ്ങളായി അതിനേക്കാൾ വലിയ ഭീഷണികൾ, വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഫിലിസ്തീൻ എന്നുള്ളത്. അവിടെ അടുത്ത മണിക്കൂറിൽ ഞാൻ ഉണ്ടാകുമോ, അതോ ഏതെങ്കിലും മിസൈലിന് ഇരയാകുമോ, ഞാൻ ഏതെങ്കിലും ബോംബ് വർഷത്തിനിടയിൽ ഞാൻ മരണപ്പെട്ടു പോകുമോ, കൊല്ലപ്പെടുമോ എന്ന പേടിയോടെ ജീവിക്കുന്ന ആളുകളാണ് അവിടെയുള്ളവർ. നമ്മളെല്ലാം വളരെ റാഹത്തോടെ, പ്രതീക്ഷയോടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഇന്നും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ ഉറങ്ങാൻ കിടക്കുക. പക്ഷേ നമ്മുടെ കാര്യം മനസ്സിലാക്കണം, ഫിലിസ്തീനിലെ മക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ, അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുമില്ല. ഞാൻ നാളെ ഇതേ കട്ടിലിൽ ഇവിടെ തന്നെ കിടക്കുമെന്ന ഒരു ഉറപ്പും, അല്ലെങ്കിൽ ഈ കട്ടിലിൽ നിന്ന് തന്നെ ഞാൻ എഴുന്നേൽക്കുമെന്ന ഒരു ഉറപ്പും അവർക്കാർക്കും പറയാൻ കഴിയില്ല. കാരണം ഒരു പക്ഷേ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ നേരം പുലരുമ്പോൾ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് എന്റെ മൃതദേഹം വലിച്ചെടുക്കേണ്ടി വരും എന്ന പേടി, അതിനുള്ള സാധ്യത കണക്കാക്കിയാണ് അവരെല്ലാം ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നിർഭയത്വം ഒരു നാടിന് എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക. ഇതേപോലെ സുഭിക്ഷത, സമൃദ്ധി, വിഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു രാജ്യത്തിന് അനിവാര്യമായ കാര്യമാണ്. അതില്ലെങ്കിൽ അതിന്റെ പ്രയാസങ്ങളും അത് എത്രമാത്രം ഒരു രാജ്യത്തെ അപകടപ്പെടുത്തും എന്നുള്ളതും ഫിലിസ്തീൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫിലിസ്തീനിലെ പട്ടിണി, സ്റ്റാർവേഷൻ, മാൽന്യൂട്രീഷൻ, അതിന്റെ ഏറ്റവും ഭീകരമായ രീതിയിൽ അവിടെ ആ യുദ്ധത്തിന്റെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വംശഹത്യ പദ്ധതിയോട് അനുബന്ധമായി അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ല. നമ്മൾ കേരളത്തിലെ പുതിയ തലമുറ യുവാക്കൾ, ഒരു 20 വയസ്സ് 30 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരൊക്കെ, അവർക്കിടയിൽ ഇന്ന് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വ്യത്യസ്ത തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ. ശരീരത്തിന്റെ വെയിറ്റ് നിയന്ത്രിക്കാൻ, ഭക്ഷണം അമിതമായത് മൂലം ശരീരത്തിനുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, നല്ല ആകാരവടി ഉണ്ടാവാൻ യുവാക്കള് ഭക്ഷണം നിയന്ത്രിക്കുന്നു, ചോറ് നിയന്ത്രിക്കുന്നു, മധുരം ഒഴിവാക്കുന്നു. ഷുഗർ കട്ടൊക്കെ ഒരു ട്രെൻഡായി മാറാൻ എന്തുകൊണ്ടാ? ഭക്ഷണം കൂടിയത് കാരണം. ഇന്ന സമയത്ത് ഇന്നത് മാത്രമേ കഴിക്കൂ, ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറക്കുന്നു, അതിനുള്ള അളവ് കുറക്കുന്നു. അതേപോലെ തന്നെ വ്യായാമം ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഭക്ഷണം കഴിച്ചത് കൂടിയത് കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ, രോഗങ്ങളില്ലാതിരിക്കാൻ, ശരീരത്തിന് നല്ല ബലമുണ്ടാകുവാൻ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഡയറ്റ് പ്ലാനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആസൂത്രണം ചെയ്യുമ്പോൾ സ്വന്തം കുഞ്ഞിനെ മുലപ്പാൽ പോലും നൽകാൻ കഴിയാതെ ഉമ്മമാർ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ ഫലസ്തീനിൽ കാണുകയാണ്. നോക്കൂ, ഒരു ഉമ്മ പറയാണ്, എന്റെ കുട്ടി, അവർ 3 മാസമാണ് പ്രായമായത്, അവൻ ഇന്നലെ മരണപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. എന്തേ കാരണം? ഭക്ഷണം കിട്ടുന്നില്ല, അവന് പാല് വേണം കുടിക്കാന്, എന്റെ മാറിടത്തിൽ പാലില്ല. എന്തേ കാരണം? പാല് വേണമെങ്കിൽ എന്റെ ശരീരത്തിലേക്ക് ഭക്ഷണം എത്തണം, പോഷകാഹാരം എത്തണം. പക്ഷേ ഞാൻ ഭക്ഷണം കഴിച്ചത് ദിവസങ്ങളായി എന്നൊരു ഉമ്മത്തേക്ക് ഗദ്ഗതത്തോടുകൂടി പറയുന്നു. അവിടെ കുഞ്ഞുങ്ങളും മരിക്കുകയാണ്. അവിടെ ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെട്ട് തളർന്നു വീണ് ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോ ഹോസ്പിറ്റലില് ഡോക്ടർമാരെ കാണുന്നില്ല. ഡോക്ടർമാര് പട്ടിണി കൊണ്ട് വലയാണ്. അവരുടെ മക്കൾ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്നു. നോക്കൂ, എത്ര ഭീകരമായ ഒരു അന്തരീക്ഷം. അവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച
പ്രാർത്ഥനയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവേ, ഈ നാട്ടിൽ നീ നിർഭയത്വം നൽകണമേ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീ റിസ്ക് നൽകണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എത്രമാത്രം ഗൗരവമുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് അദ്ദേഹം അല്ലാഹുവിനോട് നടത്തിയ ആവശ്യങ്ങൾ എത്രമേൽ വിലപ്പെട്ട ആവശ്യങ്ങളാണ് എന്ന് നമ്മൾ ഇന്ന് ഫിലസ്തീനിനെ നോക്കി മനസ്സിലാക്കുകയാണ്, തിരിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമ്മൾ അനുഗ്രഹീതരാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പട്ടിണി അനുഭവിക്കാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്കാർക്കും പേടിയില്ല, നമുക്കാരെയും പേടിയില്ല. നമുക്ക് ഇന്ന് രാത്രി സുഗമമായി ഇവിടെ കിടന്നുറങ്ങാം, ആരും നമ്മളെ ആക്രമിക്കുകയില്ല. നമ്മളുടെ റൂമിൽ, നമ്മളുടെ ക്യാമ്പസിൽ, നമ്മൾ ഇരിക്കുന്നിടത്ത്, നമ്മളുടെ വീട്ടിലൊന്നും ബോംബ് കൊണ്ടുവന്നിടാൻ, മിസൈൽ ആക്രമണം നടത്താൻ ആരും വരില്ല എന്ന ഉറച്ച ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ രീതിയിലുള്ള നിർഭയത്വം കളിയാടുന്ന ഒരു മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ രീതിയിലുള്ള റിസ്ക്കുള്ള, വിഭവങ്ങളുള്ള, പട്ടിണിയില്ലാത്ത ഒരു നാട്ടിലാണ് നാം കഴിയുന്നത്. അവിടെ ആ അനുഗ്രഹത്തിന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യണം. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കും. നമ്മൾ അനുഭവിക്കുന്ന ഈ നിമിഷങ്ങൾ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിർഭയത്വം, സമാധാനം, ശാന്തി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ ഉണ്ടാകുമ്പോൾ, അവിടെ ഈ മതനിരപേക്ഷ ഇന്ത്യയിൽ പോലും, ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പോലും ആളുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒന്നും പ്രശ്നങ്ങൾ അനുഭവിക്കാതെ കേരളം എന്ന ഈ കൊച്ചു തുരുത്തിൽ സമാധാനത്തോടെ അന്തിയുറങ്ങാൻ, സുഭിക്ഷതയോടെ ജീവിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, വയറ് നിറച്ച് കഴിക്കാൻ ഭാഗ്യമുള്ള, അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യണം. എന്ന് മാത്രമല്ല, നമുക്ക് അപ്പുറത്തുള്ള ഗസയിലെ, ഫിലസ്തീനിലെ മക്കൾ അനുഭവിക്കുന്ന പ്രയാസം അത് നമ്മുടെ കൂടി പ്രയാസമായി മാറണം, അത് നമ്മുടെ വേദനയായി മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിശ്വാസികളുടെ ഉപമ എന്നുള്ളത് ഒരു ശരീരം പോലെയാണ്. എന്താണ് ആ ശരീരത്തിന്റെ പ്രത്യേകത? ശരീരത്തിന് ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു വേദന സംഭവിച്ചാൽ, ഒരു പരിക്ക് പറ്റിയാൽ, ബാക്കിയുള്ള ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ആ ഭാഗത്തിന് വേണ്ടി, ആ വേദന കൊണ്ട് പ്രയാസപ്പെടും. പനിച്ചും ഉറക്കമൊഴിച്ചുമെല്ലാം അതിന് കാവലിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. കയ്യില് ചെറിയ ഒരു മുറിവുണ്ടായാൽ നമുക്കൊരു പക്ഷേ ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല, ശരീരം മൊത്തം അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതേപോലെയാണ് വിശ്വാസികൾ. ഇങ്ങനെയായിരിക്കണം വിശ്വാസികളുടെ സ്നേഹം, ഇങ്ങനെയായിരിക്കണം വിശ്വാസികളുടെ ബന്ധങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അവിടെ ഫിലസ്തീനിൽ ഒരു കുഞ്ഞു മരിക്കുമ്പോൾ അത് നമ്മുടെ വേദനയാവണം. ഫിലസ്തീനിൽ പട്ടിണി കിടന്ന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ വേദനയായി മാറണം, നമ്മുടെ നോവായി മാറണം. അവിടെ വലിയ ബോംബാക്രമണങ്ങളിൽ, മിസൈൽ ആക്രമണങ്ങളിലൊക്കെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ നോവായി മാറണം. അത് വിശ്വാസിയുടെ ബാധ്യതയാണ്. നമുക്ക് ചുറ്റുമുള്ള വിശ്വാസികൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ പ്രയാസം അതെന്റെ കൂടി പ്രയാസമാണ് എന്ന ബോധ്യം, തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്. അത് ഏതോ രാജ്യത്ത് അനുഭവിക്കുന്ന പ്രയാസമല്ലേ, അതിനൊക്കെ ഞാൻ എന്തിനാ വിഷമിക്കുന്നേ എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാവാൻ പാടില്ല. മറിച്ച് അവർ വിശ്വാസികളാണ്, അവർ വിശ്വാസികളാണ്. മുസ്ലിം എന്ന ശരീരത്തിലെ ഒരു അവയവമാണ് അവർ. ആ അവയവത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിന്റെ വേദന എനിക്കുമുണ്ട് എന്ന ചിന്തയോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അവരെ കൂടി ഓർക്കുമ്പോഴേ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം പൂർണ്ണമാവുകയുള്ളൂ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രമാത്രമാണ്. നിർഭയത്വമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, സുഭിക്ഷതയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം. അതില്ലാത്ത നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികൾ അവരെ ഓർക്കണം. ഓർത്താൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഹായം എന്നുള്ളത് ആത്മാർത്ഥമായ അകംതൊട്ട പ്രാർത്ഥനയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര തവണ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗകൻ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുന്നതിനപ്പുറം നമ്മൾ നമ്മളുടെ രക്ഷിതാവിനോട് സ്വകാര്യം പറയുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ
പറയുമ്പോൾ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനകൾക്കിടയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഗസയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഫിലസ്തീനിലെ ഉമ്മമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പ്രാർത്ഥനകളിൽ അവർ കൂടി ഉണ്ടാകണമെന്ന ഉറപ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം നാം നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. നാം അനുഭവിക്കുന്ന ഈ നിർഭയത്വമുണ്ടല്ലോ, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൃദ്ധി, ഈ സുഭിക്ഷത, അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ, അതിനായുസുണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പണിയെടുക്കണം, പ്രവർത്തിക്കണം, പോരാടണം. ഇന്നത്തെ വിഷയത്തിന്റെ മർമ്മം അതാണ്. പിറന്ന നാടിനു വേണ്ടി മുമ്പേ നടക്കാൻ, അതിനുവേണ്ടി പോരാടാൻ, പൊരുതാൻ, അതിന്റെ പുരോഗമനത്തിനു വേണ്ടി അധ്വാനിക്കാനുള്ള മനസ്സ് അതൊരു വിശ്വാസിക്ക് ഉണ്ടായേ തീരൂ. നമ്മുടെ മതപരമായ ബാധ്യതയാണത്. നോക്കൂ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ ഒരു കിണറ്റിൽ ഉപേക്ഷിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം പിന്നീട് എത്തുന്നത് ഈജിപ്തിലേക്കാണ്. അന്ന് ഈജിപ്ത് ഭരിക്കുന്നത് ഒരു അമുസ്ലിം ഭരണാധികാരിയാണ്. ഇത് മാത്രമല്ല, ആ രാജാവിന്റെ, ആ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ അദ്ദേഹം ജീവിക്കുമ്പോൾ അദ്ദേഹം ചെയ്യാത്തൊരു കുറ്റത്തിന് അദ്ദേഹത്തെ രാജാവ് ശിക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യുവത്വകാലത്തെ നല്ലൊരു ഭാഗവും ചെലവഴിക്കുന്നത് ജയിലിലാണ്, തടവറയിലാണ്, കാരാഗൃഹത്തിലാണ്. ചെയ്യാത്ത കുറ്റത്തിന് തന്റെ യൗവനത്തിന്റെ നല്ലൊരു ഭാഗവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നീക്കിവെച്ചത് ജയിലിലാണ്. ആ നാട്ടിൽ ഒരു പ്രയാസം ഉണ്ടാകുന്നു. അവിടെയുള്ള ഭരണാധികാരി ഒരു സ്വപ്നം കാണാണ്. എന്താണ് സ്വപ്നം കാണുന്നത്? 7 പച്ചക്കതിരുകളും 7 ഉണക്കക്കതിരുകളും, അതേപോലെ തന്നെ 7 തടിച്ച പശുക്കൾ 7 മെലിഞ്ഞ പശുക്കളെ തിന്നുകയാണ്. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ് എന്നറിയാൻ രാജാവിന് തിടുക്കമായി, ആഗ്രഹമായി പല ആളുകളോട് ചോദിച്ചു. അവസാനം ആളുകൾ പറഞ്ഞു, സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ കഴിയുന്ന, അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞതെല്ലാം പുലർന്നിട്ടുള്ള ഒരാൾ ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ പേര് യൂസുഫ് എന്നാണ്. പക്ഷെ അദ്ദേഹത്തെ നിങ്ങൾ ജയിലിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു തരും എന്ന് അവര് പറയാണ്. അപ്പോൾ ഭരണാധികാരി പറയട്ടെ, എങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരൂ, ഞാൻ സംസാരിക്കട്ടെ. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ഭരണാധികാരിയുടെ മുമ്പിൽ എത്തിച്ചു. രാജാവ് പറഞ്ഞു, ഞാൻ എന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട സ്വപ്നം ഇതാണ്: 7 പച്ചക്കതിരുകൾ, 7 ഉണക്കക്കതിരുകൾ, 7 തടിച്ച പശുക്കൾ 7 ഉണങ്ങിയ പശുക്കളെ കഴിക്കുന്നു, മെലിഞ്ഞ പശുക്കളെ കഴിക്കുന്നു. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അത് വലിയ ഒരു സംഭവമാണ്. കാരണം നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഇതാണ്: അടുത്ത 7 വർഷക്കാലം ഈജിപ്തിൽ വലിയ സമൃദ്ധിയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വലിയ വിഭവങ്ങൾ ഉണ്ടാകും, വലിയ തോതിലുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും, പണമുണ്ടാകും, സമ്പത്തുണ്ടാകും, ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം സമൃദ്ധമായിരിക്കും ഇവിടെ. എന്നാൽ അതിനുശേഷമുള്ള 7 വർഷം അത് പട്ടിണിയുടേതായിരിക്കും, ക്ഷാമത്തിൻ്റെതായിരിക്കും. വിഭവങ്ങൾ ഉണ്ടാവുകയില്ല, ആളുകൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവുകയില്ല. രാജാവ് ഒരേ സമയം സന്തോഷിക്കുകയും അതേസമയം പരിഭ്രാന്തനാവുകയും ചെയ്തു. കാരണം എന്താ? വിഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. ക്ഷാമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്നെ ചോദിച്ചു, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ക്ഷാമകാലത്തെ മറികടക്കാൻ എന്തെങ്കിലും വിദ്യകളുണ്ടോ, പരിഹാരങ്ങളുണ്ടോ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കാൻ. ആ സമയത്ത് അദ്ദേഹം പറയണം, ഉണ്ട്. നിങ്ങൾ ഈ ഖജനാവിന്റെ നിയന്ത്രണം എനിക്ക് തരൂ, അഥവാ ഭക്ഷ്യവിഭവ വകുപ്പ് മന്ത്രിയായി എന്നെ നിയമിക്കൂ, ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. നിങ്ങൾക്ക് വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായി എന്നെ ഇവിടെ കാണാം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. പിന്നീട് ആ സമൃദ്ധിയുള്ള കാലത്തെ, സുഭിക്ഷതയുള്ള കാലത്തെ വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയും ആസൂത്രണം ചെയ്യുകയും അതിലൂടെ
ക്ഷാമകാലത്ത്, പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലത്ത് അതിനെ മറികടക്കാനുള്ള സന്നാഹങ്ങൾ ഒരുക്കാൻ കഴിയുകയും ചെയ്തു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഈജിപ്തിന്. നമ്മൾ മനസ്സിലാക്കുക, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആർക്കു വേണ്ടിയാണ് ചെയ്തത്? ഏതെങ്കിലും മുസ്ലിം രാജ്യമായിരുന്നു അത് അന്ന്? അല്ല. അവിടെ ഭരിക്കുന്നത് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഭരണാധികാരികളായിരുന്നു? അല്ല. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരായിരുന്നു? അല്ല. മുസ്ലിം ഭരണാധികാരികളായിരുന്നു? അല്ല. പിന്നെ ആരാണ് ഒരു അമുസ്ലിം ഭരണാധികാരി? എന്ന് മാത്രമല്ല, ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തെ ജയിലിലടച്ചു. അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കേണ്ടി വന്ന ഒരു കാര്യം കൂടിയായിരുന്നു. ഒരു പെൺ വിഷയത്തിലാണ്, ഒരു വ്യാജമായ പെൺ വിഷയത്തിലാണ് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അങ്ങനെ എല്ലാം അനുഭവിച്ചൊരു നാട്, അതിനെല്ലാം നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ അതിനെല്ലാം ഭാഗമായ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയെ സഹായിക്കാൻ, ആ രാജ്യത്തിന് മുന്നിൽ നടക്കാൻ, അതിന്റെ പ്രയാസങ്ങൾ തീർക്കുവാൻ, അത് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള സന്നാഹങ്ങൾ തയ്യാറാക്കുവാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കാവാൻ. അത് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാട്, ആ നാട് എത്രമേൽ നമ്മെ ഉപദ്രവിച്ചാലും, അവിടെയുള്ള ഭരണാധികാരികൾ നമുക്കെതിരായാലും, ആ നാടിനൊരു പ്രയാസം വന്നാൽ, ആ നാടിന് ഒരു പ്രതിസന്ധി വന്നാൽ മുന്നിൽ നിൽക്കാനും അതിനെ പ്രതിരോധിക്കാനും അതിന് പരിഹാരങ്ങൾ കാണാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന നിലയിൽ നാം ബാധ്യസ്ഥരാണ്. തീർന്നിട്ടുള്ള ചരിത്രങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. നോക്കൂ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നമുക്കറിയാം, മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതു മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ അവിടെയുള്ള സഹചരർ നേരിട്ട പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എത്രമാത്രമാണ് എന്ന് പ്രവാചകന്റെ ജീവിതത്തെ, പ്രവാചകന്റെ കുടുംബത്തെ, അതേപോലെ തന്നെ അവിടെയുള്ള കൂട്ടുകാരെ എല്ലാം ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ശത്രുക്കൾ ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. നടക്കുന്ന വഴികളിൽ അവിടെ ഉപദ്രവങ്ങൾ കൊണ്ടുചെന്നിട്ടു, പരിഹസിച്ചു, തെറി പറഞ്ഞു. കൂട്ടുകാരെ, ഒപ്പമുള്ള സ്വഹാബിമാരെ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു. അങ്ങനെ ഒരു ഘട്ടമെത്തിയപ്പോൾ ഒരു നിലക്കും മക്കയിൽ ജീവിക്കുക സാധ്യമല്ല എന്ന് ആ ഒരു ഘട്ടമെത്തിയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവാൻ, പലായനം ചെയ്യാൻ. ആ സമയത്ത് ഗദ്ഗദത്തോടെ മക്കയിൽ നോക്കി പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്: മക്കേ, നീ എത്ര നല്ലൊരു രാജ്യമാണ്, എനിക്ക് എത്ര ഇഷ്ടമുള്ള ഒരു നാടാണെന്ന് അറിയൂ നീ. തീർച്ചയായും ഇവിടെയുള്ള ആളുകൾ എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ, അവർ എന്നെ പീഡിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, തീർച്ചയായും ഞാൻ ഇവിടെ നിന്ന് പോവില്ലായിരുന്നു, ഞാൻ ഇവിടെ തന്നെ ജീവിക്കുമായിരുന്നുവെന്ന് നിറകണ്ണുകളോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ നോക്കി പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഇനിയോ മദീനയിലെത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രവാചകനും അതേപോലെ തന്നെ സ്വഹാബിമാരും എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ നാടിനോട് ഇഷ്ടമുണ്ടാകണം. എങ്ങനെയുള്ള ഇഷ്ടം? ഞങ്ങൾക്ക് മക്കയോട് ഏത് രൂപത്തിലാണോ ഇഷ്ടമുണ്ടാകുന്നത് അതേ ഇഷ്ടം, അല്ല അതിനേക്കാൾ തീവ്രമായ ഇഷ്ടം ഞങ്ങൾക്ക് മദീനയോടും ഉണ്ടാകണം. ഞങ്ങളുടെ മനസ്സിൽ അത്തരം ഇഷ്ടം നീ നിറക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നോക്കൂ, ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ച ഒരു നാട് മക്ക. ആ മക്കയെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം അറിയിക്കുകയാണ്. അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറിയപ്പോൾ, ഒരു പ്രവാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മറ്റൊരിടത്തിലേക്ക് മാറിയപ്പോൾ ആ നാടിന് വേണ്ടി ഇഷ്ടപ്പെടാൻ, ആ നാടിനെ ഒരു താല്പര്യം ഉണ്ടാകാൻ, ഇഷ്ടമുണ്ടാകാൻ അവിടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജനിച്ച നാട്, അതേപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്ന, ജീവിക്കുന്ന ഇടങ്ങൾ, ആ ഇടങ്ങളെയൊക്കെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, ആ നാടിന്റെ പുരോഗതിയിൽ മുന്നിൽ നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുന്ന, എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില സംഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചതല്ല. ഈ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ടാവണം നമ്മൾ സ്വാതന്ത്ര്യ സമര രംഗത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ
അവരുടെ പങ്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം. ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക് എന്ന് പറയുമ്പോൾ അത് ഇവിടെ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്ര വലിയ ഇടപെടലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ നടത്തിയത്. ഇന്ത്യയിൽ അധിനിവേശ ശക്തികള് ബ്രിട്ടീഷുകാരോട് കൂടിയല്ല വരുന്നത്. അവർക്ക് മുമ്പേ ഇവിടെ ഈ നാടിനെ കൊള്ളയടിക്കാൻ, ഈ നാടിനെ നശിപ്പിക്കാൻ, ഇവിടെയുള്ള ജനങ്ങളെ തങ്ങളുടെ അടിമകളാക്കാൻ, കാൽക്കീഴിലാക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ അധിനിവേശ ശക്തികൾ എത്തുന്നുണ്ട്. ആദ്യമായി വന്നത് പോർച്ചുഗീസുകാരാണ്. നമുക്കറിയാം 1498 വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കപ്പൽ അവിടെ നങ്കൂരമിടുന്നത് പുതിയ പദ്ധതിയുമായിട്ടാണ്. എന്താണ് പദ്ധതി? ഇന്ത്യയെ നശിപ്പിക്കണം, ഇന്ത്യയിലുള്ള സമ്പത്തുകളെല്ലാം ഊറ്റിയെടുക്കണം, അത് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, ഇവിടെയുള്ള ജനങ്ങളെ തങ്ങളുടെ അടിമകളാക്കണം എന്ന സാമ്രാജ്യത്വ അധിനിവേശ അജണ്ടകളുമായാണ് അവർ വന്നത്. അത് അവരാദ്യം എത്തിയത് കേരളത്തിലാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഇത് സാമ്രാജ്യത്വമാണ് എന്ന്. അന്ന് അവര് കോഴിക്കോടാണ് കപ്പലിറങ്ങിയത്. അങ്ങനെ കപ്പലിറങ്ങിയപ്പോൾ, അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അന്നത്തെ അവസ്ഥയെ അറിയുമായിരുന്ന, നാടിനെ കുറിച്ച് അറിയുമായിരുന്ന കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ, മലബാറിലെ മുസ്ലിങ്ങൾ അവർ ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി എന്ന രാജാവായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് സംഭവം. സാമൂതിരി എന്ന രാജാവ് കോഴിക്കോട് ഭരിക്കുന്നു. സാമൂതിരിയുമായി അടുപ്പമുണ്ടാക്കാൻ വാസ്കോഡി ഗാമയും സംഘവും പരിശ്രമിക്കുന്നു. അവിടെ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ സാമൂതിരിയോട് പറയണം, രാജാവേ, അങ്ങ് ഇതുവരെ കണ്ട ആളുകളല്ല കേട്ടോ ഇന്ത്യ വന്നിട്ടുള്ളത്. പല തരം ആളുകൾ ഇന്ത്യയിലേക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്, കച്ചവട ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന ആളുകളുണ്ടല്ലോ, ഇവരുടെ ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ നാടിനെ കൊള്ളയടിക്കാൻ, ഇവിടെയുള്ള ജനങ്ങളെ അടിമകളാക്കാൻ, നമ്മുടെ വിഭവങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോകുക എന്ന അജണ്ടയോടുകൂടി വന്ന അധിനിവേശ ശക്തികളാണിവർ, സാമ്രാജ്യത്വ ശക്തികളാണിവർ. ഇവരെ നമുക്കൊപ്പം കൂട്ടാൻ കഴിയില്ല, ഇവർക്കെതിരെ പ്രതിരോധങ്ങൾ തീർക്കണം എന്ന് സാമൂതിരിയോട് മലബാറിലെ മുസ്ലിങ്ങൾ പറയാം. നിങ്ങൾക്കറിയുമോ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന്? കോഴിക്കോട് അറബിക്കടലിൽ 1 നൂറ്റാണ്ട് കാലം, 100 വർഷക്കാലമാണ് പോർച്ചുഗീസുകാരുമായി യുദ്ധമുണ്ടായത്. ആരാണ് ആ യുദ്ധത്തിന് മുന്നിൽ നിന്നത്? മുസ്ലിങ്ങൾ. കുഞ്ഞാലി വരക്കാന്മാരും സംഘവുമായിരുന്നു ആ യുദ്ധത്തിന് മുന്നിൽ നിന്നത്. നോക്കൂ, 100 വർഷം ഒരു രാജ്യവുമായി യുദ്ധം ചെയ്യുന്നു. ഇന്ത്യയുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരേടാണത്. 1 നൂറ്റാണ്ട് കാലം പോർച്ചുഗീസുകാരുമായി പോരാടി. ആരാ പോരാടിയത്? കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങൾ. അതിന് മതപരമായ ഒരു കാരണം കൂടിയുണ്ട്. അത് ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ പങ്കെടുത്തിട്ടില്ല. കാരണം അവർക്ക് കടലിലിറങ്ങി ഈ രൂപത്തിലുള്ള പോരാട്ടങ്ങൾ നടത്താൻ മതപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം അവർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ കൊച്ചുവള്ളങ്ങളായി കടലിലേക്ക് ഇറങ്ങി വാസ്കോഡി ഗാമയുടെ പറങ്കിപ്പടയോട് യുദ്ധം നടത്തുകയാണ്. അവിടെ ആ യുദ്ധത്തിലൂടെയാണ്, ആ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടം ഇന്ത്യയിൽ അധിനിവേശ ചരിത്ര പോരാട്ടങ്ങളിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമാണ്. ഇത് മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഏടാണ്. അവിടെ അത് കഴിഞ്ഞു. പിന്നീടോ അതേ സമയത്ത് തന്നെ ഒരു പുസ്തകം കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന പുസ്തകം. അത് എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. അദ്ദേഹം അറബിയിലാണ് ആ പുസ്തകം രചിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം എഴുതുന്ന ആദ്യത്തെ പുസ്തകമാണത്. കേരളത്തിന്റെ ചരിത്രം, ഇവിടുത്തെ സംസ്കാരങ്ങൾ, ഇതിന്റെ വൈവിധ്യങ്ങൾ, ഇവിടുത്തെ മറ്റു മതസ്ഥർ തമ്മിലുള്ള ഐക്യം, അത് വിവരിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരള ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം അറിയുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ആ പുസ്തകത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അതിന്റെ ആ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്തുക എന്ന ഉത്തരവാദിത്വം, ആ ദൗത്യം, മുസ്ലിങ്ങൾ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുക എന്ന ദൗത്യമാണ് ഈ
പുസ്തകത്തിന് പ്രധാനമായിട്ടുള്ളത്. അതിന് കേരളത്തിന്റെ ചരിത്രം പറയുന്നു. കേരളത്തിൽ ഹിന്ദുവും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പോർച്ചുഗീസ് എന്ന അധിനിവേശ ശക്തികളുടെ അജണ്ടകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവർ മുസ്ലിങ്ങളോട് നടത്തിയ ക്രൂരമായ അക്രമങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ മുസ്ലിങ്ങളെ, മലബാറിലെ മുസ്ലിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് ഇവർക്കെതിരെ പോരാടാം. ഇതേ സമയം ഉത്തരേന്ത്യയിലും ഇതേപോലെ പുസ്തകം ഇറങ്ങുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഷാ വലിയുല്ലാഹി ദഹ്ലവി എന്ന മഹാപണ്ഡിതൻ രചിച്ച ഹുജ്ജത്തുല്ലാഹിൽ ബാലിഅ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെയും കണ്ടന്റ് എന്ന് പറയുന്നത് സമാനമാണ്. മതപരമായ പല വിഷയങ്ങളും ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടാനുള്ള വലിയ പ്രചോദനങ്ങൾ ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇവിടെ പോർച്ചുഗീസുകാർ വന്നു, അവർക്ക് ശേഷം മറ്റു പലരും വന്നു, ഒടുവിൽ ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ മാർഗ തടസ്സം മുസ്ലിങ്ങളാണ്. നിങ്ങൾ ബ്രിട്ടീഷ് ചരിത്രം പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നിലക്കും കണ്ടുകൂടാത്തത് മുസ്ലിങ്ങളായിരുന്നു. കാരണം എന്താ? അവർക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിരോധം നടത്തിയത് മുസ്ലിങ്ങളാണ്. കാരണം അത് മുസ്ലിങ്ങളുടെ മതപരമായ ബാധ്യത കൂടിയാണ്. മുസ്ലിങ്ങളിൽ തന്നെ വഹാബികൾ എന്ന് പറയുന്ന, നമ്മള് മുജാഹിദുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വിഭാഗം ഉണ്ടല്ലോ, നമ്മളെ കുറിച്ച് ബ്രിട്ടീഷുകാരെ പുസ്തകം എഴുതിയിട്ടുണ്ട്. W ഹണ്ടർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത്ര സജീവമായി ഇതിൽ പങ്കെടുക്കുന്നത് എന്നത് അന്വേഷിച്ച് അദ്ദേഹം നടത്തിയ ഒരു റിപ്പോർട്ടാണ് വഹാബി മൂവ്മെന്റ് എന്ന് പറയുന്ന W ഹണ്ടറിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അവിടെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എത്രമാത്രം മുസ്ലിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. നോക്കൂ, സയ്യിദ് അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ശ്രദ്ധേയമായ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മനുഷ്യനുണ്ട്. നമ്മൾ പഠിക്കേണ്ട, വായിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് സയ്യിദ് അഹമ്മദ് ഷഹീദ്. ഞാൻ നേരത്തെ പറഞ്ഞ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ മക്കളിലൂടെ വിദ്യാഭ്യാസം നേടി ആ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമായ ഇടപെടലുകൾ നടത്തിയ ഒരു മനുഷ്യനാണ്. ഇന്ന് നമ്മൾ പറയുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഇന്ത്യയിലെ പ്രാഗ്രൂപങ്ങൾ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ സയ്യിദ് അഹമ്മദിലൂടെയാണ്. അദ്ദേഹം ഇസ്ലാമിക പ്രമാണങ്ങളെ മനസ്സിലാക്കി അന്ധവിശ്വാസം മുക്തമായ ഒരു ജീവിതം നയിക്കാൻ മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കുകയും അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുസ്ലിങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു. സായുധമായി ആയുധം കൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പടർക്കളത്തിൽ ഇറങ്ങണമെന്ന് മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിച്ച ഒരു മഹാ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സയ്യിദ് അഹമ്മദ് എന്ന് പറയുന്നത്. സയ്യിദ് അഹമ്മദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്നാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രക്തസാക്ഷി. അദ്ദേഹം എങ്ങനെ മരണപ്പെടുന്നത്? അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ്. രാജ്യത്തിന് വേണ്ടി ഇടപെടുന്ന സമയത്ത് ശത്രുക്കൾ, രാജ്യവിരോധികൾ, രാജ്യവിരുദ്ധർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിങ്ങളുടെ ഇടമാണ്, അല്ലെങ്കിൽ അവരുടെ പങ്കാണ് ഞാൻ ഈ പറഞ്ഞത്. ചുരുക്കുകയാണ്. 1857 നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. ആരായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു. അതിന്റെ മുന്നിൽ നിന്നത് ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന അവസാനത്തെ മുഗള ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അവിടെ വലിയ പ്രതിഷേധങ്ങൾ, വലിയ സമര പരിപാടികൾ, സായുധമായ പോരാട്ടങ്ങൾ വരെ ഉണ്ടാവുന്നു. പക്ഷേ ആ സമരം പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ സമരത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ പരിക്കുകൾ പറ്റി. നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ, മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ പാരമ്പര്യം ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചവരായിരുന്നു മുസ്ലിങ്ങൾ. പക്ഷേ ആ പാരമ്പര്യമൊക്കെ പൂർണ്ണമായും നഷ്ടമാകുന്നത്, നമ്മുടെ അടയാളങ്ങളെല്ലാം നമുക്ക് നഷ്ടമാകുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയായിരുന്നു. കാരണം അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളാണ്. അവരെ വളരെ സായുധമായി, ക്രൂരമായി ബ്രിട്ടീഷുകാർ കൈകാര്യം ചെയ്തു. നിങ്ങൾക്കറിയുമോ, കാലാപ്പാനി എന്ന് പറയുന്ന ഒരു നോവലുണ്ട് മലയാളത്തിൽ. നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് അത്. ആ നോവലിന്റെ ഉള്ളടക്കം
അന്തമാനിലേക്ക് 1857 ശേഷം, അതേപോലെ തന്നെ മലബാർ സമരം കേരളത്തിൽ നടന്നപ്പോൾ അതിൽ നിന്നൊക്കെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത മാപ്പിളമാരുണ്ടായിരുന്നു. അവരെ കൊണ്ടുപോയിട്ടിരുന്ന ജയിലാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ. ആ സെല്ലുലാർ ജയിലിലെ അനുഭവങ്ങൾ വിശദീകരിക്കുന്ന, അവിടെ ആ തടവുകാർ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ വിവരിക്കുന്ന ഒരു നോവലാണ് കാലാപാനി. അധിനിവേശത്തിന്റെ നാൾവഴികൾ എന്ന നോവൽ നമ്മൾ വായിച്ചിരിക്കണം. അത് ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. നോക്കൂ, ആൻഡമാനിലേക്ക് ഇവിടെ നാടുകടച്ചാണ്. എടവണ്ണയിൽ നിന്നും മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തു നിന്നുമൊക്കെ ആളുകളെ മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ആൻഡമാനിലേക്ക് നാടുകടച്ചാണ്. നിങ്ങൾക്കിപ്പോഴും ആൻഡമാനിലൊക്കെ ചെന്നാൽ അവിടെയുള്ള സ്ഥലപ്പേരുകൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ എടവണ്ണ ഉണ്ടാകും, അവിടെ വണ്ടൂരുണ്ടാകും, നിലമ്പൂരുണ്ടാകും. കാരണം എന്താ? കാര്യമായി ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ട് മാറ്റാണ്. പിന്നെ അവര് ജയിൽ മോചിതരായതിനു ശേഷം അവിടെ തന്നെ താമസിക്കുന്നു. അങ്ങനെ സ്വന്തം നാടിന്റെ നാമങ്ങൾ അതിന്റെ ഓർമ്മക്കായി അവരവരുടെ പ്രദേശങ്ങൾക്ക് നൽകുന്നു. മലബാറുമായി നല്ല ബന്ധമുള്ള ഒരു നാടാണത്. ആ ബന്ധം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും നമ്മളോട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്താണ് ചെയ്തത് മുസ്ലിങ്ങൾ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് നമുക്ക് ഉത്തരം പറയണമെങ്കിൽ ഇത് പറഞ്ഞാൽ മതി: നിങ്ങൾ ആൻഡമാനിലേക്ക് പോയാൽ മതി. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിന്റെ ചുമരുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും മുസ്ലിങ്ങളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പോരാട്ടങ്ങളും പങ്കുകളും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം. നോക്കൂ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചതിന് ശേഷം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ നേതൃത്വമേറ്റതിനു ശേഷം 6 മാസക്കാലം ബ്രിട്ടീഷുകാർക്ക് ഒരു നിലക്കും ഒരു ഇടപെടലും നടത്താൻ കഴിയാത്ത ഒരു പ്രദേശം ചരിത്രത്തിൽ, ഇന്ത്യ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് മലബാർ മാത്രമാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള, മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന മലബാറിൽ 6 മാസക്കാലം ബ്രിട്ടീഷുകാരെ പടിക്ക് പുറത്തു നിർത്തി. ഇവിടെ ഫറൂഖ് പാലം കടക്കണമെങ്കിൽ, ബ്രിട്ടീഷ് സൈന്യത്തിന് ഫറൂഖ് പാലം കടക്കണമെങ്കിൽ വാരിയിൽ നിന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പാസ്പോർട്ട് വേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. 6 മാസക്കാലം. പക്ഷെ അതിൽ കൂടുതൽ ദൈർഘ്യം ഉണ്ടായിരുന്നില്ല. ആ സമരത്തെ, ആ പോരാട്ടത്തെ ബ്രിട്ടീഷുകാർ അതിനെയും അടിച്ചമർത്തി. അതാണ് നമ്മുടെ മലബാർ സമരം എന്ന് പറയുന്നത്. ഇവരെയൊക്കെ കൊണ്ടുപോയിട്ടിരുന്ന ജയിലാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിലുകൾ. അവിടെ അവരനുഭവിച്ച പീഡനങ്ങൾ, അവരനുഭവിച്ച പ്രയാസങ്ങൾ, അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല, അവർ നേരിട്ടിരുന്ന ഉപദ്രവങ്ങൾ, രാത്രി അവർ ഉറങ്ങുന്ന അതിന്റെ രൂപങ്ങളൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയത്തും, ജയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കെട്ടിടമല്ല അന്നുണ്ടായിരുന്നത്. നിലത്ത് അവരെ കടത്തുകയായിരുന്നു. എന്നിട്ട് പരസ്പരം ആളുകളുടെ കാലുകൾ തമ്മിൽ അതിന് വിലങ്ങിട്ടിട്ടുണ്ടാകും. ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ എണീറ്റ് പോകാൻ കഴിയില്ല, കാരണം എല്ലാവരും കാലുകൾ ഒരുമിച്ച് കെട്ടിയിട്ടാണ്. ആ രൂപത്തിൽ പീഡനങ്ങൾ സഹിച്ച ഒരു സമുദായം, അതാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ചരിത്രമൊക്കെ കേട്ട് ആവേശം ഉൾക്കൊള്ളാനല്ല നമ്മൾ ഇരിക്കേണ്ടത്, മറിച്ച് ഈ സമരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ച ആളുകളെ ഓർത്ത് അവരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ, ഇന്ത്യയിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ആ പണ്ഡിതന്റെ ജീവിതം തീർച്ചയായും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ചരിത്രം അയവിറക്കുമ്പോൾ, പറയുമ്പോൾ ആ മനുഷ്യന്റെ പേര് പറയാതെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. മഹാനായ അബുൽ കലാം ആസാദ്, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനപ്പുറം ഒരു മതപണ്ഡിതൻ കൂടിയാണ്. വിശുദ്ധ ഖുർആനിലെ ഉറുദു ഭാഷയിൽ ഉജ്ജ്വലമായ മനോഹരമായ ഒരു പരിഭാഷ രചിച്ച മഹാപണ്ഡിതൻ കൂടിയായിരുന്നു അബുൽ കലാം ആസാദ്. അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക്, ഇടപെടലുകൾ നമുക്കറിയാം. നോക്കൂ, 1857 ശേഷം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രസിഡന്റിന്റെ വയസ്സ് 35 വയസ്സാണ്. ആരായിരുന്നു ആ പ്രസിഡന്റ്? 35 വയസ്സുകാരനായ മൗലാന അബുൽ കലാം ആസാദ്. നോക്കൂ, ഇപ്പോഴത്തെ
കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിന്റെ വയസ്സ് നമുക്കറിയാം. വലിയ വയസ്സുള്ള പരിണിതപ്രജ്ഞനായ ഒരു മഹാമനുഷ്യനാണ്. അവരിയ്ക്കുന്ന സ്ഥാനത്ത് തന്റെ 35-ാമത്തെ വയസ്സിൽ മൗലാന അബുൽ കലാം ആസാദിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും സ്വാതന്ത്ര്യ സമര രംഗത്ത് ശക്തമായ പോരാട്ടങ്ങൾ നടത്താനും അദ്ദേഹത്തിന് സാധിച്ചു. നമ്മൾ ഗാന്ധിജിയുടെ ചരിത്രം വായിക്കുമ്പോൾ, നെഹ്റുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഇടത്തും വലത്തുമായി എപ്പോഴും ഉണ്ടായിരുന്ന സാന്നിധ്യമായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. അബുൽ കലാം ആസാദ് അദ്ദേഹം ഇതുപോലെ ഒരു ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ചിറകടിച്ചപ്പോ അവിടെ പട്ടേല് ആഭ്യന്തരമന്ത്രിയാകുന്നു, നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. അപ്പോൾ ഒരു മുസ്ലിം പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു മുസ്ലിം നാമധാരി മാത്രമല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിനെ ഉറുദു ഭാഷയിൽ ഒരു പരിഭാഷ വിവർത്തനം തയ്യാറാക്കാൻ മാത്രം വിവരമുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നു. ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ക്യാബിനറ്റിൽ അംഗമായ ഒരു മനുഷ്യൻ നമ്മളെ പ്രചോദിപ്പിക്കേണ്ട ആളാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. നെഹ്റു ഇതേപോലെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, ഒരു മഹാവിഷണാശാലി കൂടിയായിരുന്നു. അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്. നെഹ്റുവിന്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ക്ലാസിക് എന്നൊക്കെ പറയാൻ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ പേജുകളിൽ, അതിന്റെ പ്രിഫേസിൽ, ആമുഖത്തിൽ നെഹ്റു ആ പുസ്തകത്തിന്റെ ബ്രീഫ് പറയുമ്പോൾ, ആ പുസ്തകത്തിന് സഹായിച്ച ആളുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതുന്നത് അഹമ്മദ് നഗർ ജയിലിൽ ഇരുന്നുകൊണ്ടാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ രചിക്കുന്നത്, എഴുതുന്നത്. ഈ പുസ്തകത്തിൽ ഇതിന്റെ ഉള്ളടക്കം തയ്യാറാക്കാൻ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്റെ ആശയങ്ങൾ പറയാൻ എന്നെ സഹായിച്ച ഒരു മഹാവിഷണാശാലിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മൗലാന അബുൽ കലാം ആസാദ് എന്നാണ്. നോക്കൂ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു മഹാബുദ്ധിജീവിക്ക്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഒരു മനുഷ്യന്, അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതനെ മെൻഷൻ ചെയ്യാൻ, പുകഴ്ത്താൻ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിക്ക് ഇദ്ദേഹത്തിന്റെ വിവരം, അദ്ദേഹത്തിന്റെ അറിവ് കാരണമായിട്ടുണ്ട് എന്ന് പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ നമ്മെ, അബുൽ കലാം ആസാദ് നമ്മെ പ്രചോദിപ്പിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യ പുതിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഈ വെല്ലുവിളികളെല്ലാം മനസ്സിലാക്കി അതിനെതിരെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ വിദ്യാർത്ഥി കാലം എന്റെ രാഷ്ട്രത്തിന് കൂടി ഉപകാരപ്പെടുന്ന ഒന്നായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവിടെ ആ പ്രവർത്തനങ്ങളിലെ മുസ്ലിങ്ങളുടെ പങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ കണ്ടതിൽ വൈകിയാണെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി